നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം വയനാടിനെ കുറിച്ചുള്ളൊരു പുസ്തകമാണ്. പുതിയ പുസ്തകമാണ്. ഇതാണ് പുസ്തകം. കാടിറക്കം എന്ന പുസ്തകമാണ്. ജോഷിൽ എന്നയാൾ എഴുതിയ പുസ്തകം കാടിറക്കം. വയനാടൻ കാട്ടിലെ പണ്ട് കാലത്തെ കുടിയേറ്റം നടന്ന കാലത്തെ കഥയാണ്. കുടിയേറ്റവും പിന്നെ കാടിറക്കവും, അതാണ് കാടിറക്കം എന്ന് പേരിട്ടത്. ഇതാണ് പുസ്തകം. 350ഓളം പേജുകളുള്ള പുസ്തകമാണ്. ഇതിൻ്റെ റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പുതിയ പുസ്തകമാണ്. എഴുതിയ ആൾ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം വനം വകുപ്പിൽ വർക്ക് ചെയ്യുന്ന റേഞ്ചർ സ്ഥാന ഉദ്യോഗസ്ഥനാണ്. വനത്തിനെ അറിയുന്ന ആളാണ്. ഇതൊരു നോവലാണ്. വാസ്തവത്തിൽ ഇത് ഒരു കഥ പോലെ നോവലായി എഴുതിയ പുസ്തകമാണ്. അത് കാടിറക്കം എന്നാണ് പേര്. അതിനെക്കുറിച്ചുള്ള പുസ്തകം. 365ഓളം പേജുകളുണ്ട്. ഇതിൽ വയനാട്ടിലെ സ്ഥിതിഗതികളാണ് പറയുന്നത്. വയനാട്ടിൽ വനംഭൂമി കയ്യേറ്റം എന്ന് പറയേണ്ടി വരും. കയ്യേറ്റം നടത്തിയെന്നും അതിനെ എല്ലാ മരങ്ങളും ഇല്ലാതെ ഒരു പ്രത്യേകതരം മരം മാത്രം നട്ടുപിടിപ്പിച്ചു. ഉദാഹരണം തേക്ക് മരം മാത്രം നട്ടുപിടിപ്പിച്ച് അത് നടത്തി. പിന്നെ അത് കൂപ്പിൽ കൊണ്ടുപോയി തടിയാക്കി കച്ചവടമാക്കി. ബാക്കി ചുറ്റുപറ്റത്ത് കുറച്ച് ഇഞ്ചിയും കപ്പയും ഉണ്ടാവും. അത് ഇത്രയും കൃഷികളേ ഉള്ളൂ. കാടിൻ്റെ ഐശ്വര്യം, അതിൻ്റെ ഡൈവേഴ്സിറ്റി നശിപ്പിച്ചു പോവാണ്. മനസ്സിലായി? വൈൽഡ് ലൈഫ് ഡൈവേഴ്സിറ്റിയാണ് നശിക്കുന്നത്. കാരണം കാടിൻ്റെ സന്തുലനത്തിന് ഒരു പ്രത്യേക മരം മാത്രം പോരാ, ഒരുപാട് മരങ്ങളും അതിനെ പ്രകൃതി നൽകുന്ന വളരെ ഡെലിക്കേറ്റായൊരു സപ്പോർട്ട് മെക്കാനിസം ഒക്കെ ഉണ്ട്. അതൊന്നും അറിയാത്ത ആളുകൾ ഒട്ടാകെ വെട്ടിത്തെളിച്ച് ഒരു പ്രത്യേക മരം മാത്രം വെച്ച് പിൽക്കാലത്ത് മണ്ണിൻ്റെ വളക്കൂറ് നഷ്ടപ്പെടുകയും കുത്തിയൊലിപ്പുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ്. ഇത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി കാട് മാറ്റി എന്ന് പറയേണ്ടി ഒരു ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച രീതിയാണ് നിലമ്പൂർ വനങ്ങളിൽ. അത് വയനാട്ടിലും ഇവർ ചെയ്തു. തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ വയനാടൻ കാടുകൾ ആരുടെ വകയായിരുന്നു എന്ന് വെച്ചാൽ, നാട് രാജാവിൻ്റെയും കാട് പിന്നെ ഈ നായരുടെയെന്ന് മണിലെടുത്ത് തറവാട്ടിലെ നായരുടെ വകയാണ്. ഭഗവതി കൽപ്പിച്ചത് കാട് ഇയാളുടെ പേരിലാണ്. അക്കാലത്ത് സർക്കാർ നിയമം കൊണ്ടുവന്ന് കാട് ബ്രിട്ടീഷുകാരാണ് തുടങ്ങി വെച്ചത്. ബ്രിട്ടീഷുകാർ പറഞ്ഞു, കൃഷിക്ക് വേണ്ടിയിട്ട് നമുക്ക് അണക്കെട്ടുണ്ടാക്കണം, അതിനുവേണ്ടി വനം സർക്കാർ ഏറ്റെടുക്കണം. 300 ഏക്കറോളം വനം സർക്കാർ ഏറ്റെടുത്തു. അത് തുടങ്ങി വെച്ചതാണ് ബ്രിട്ടീഷുകാർ. അത് നമ്മുടെ സർക്കാരും അന്ധമായി അനുകരിച്ചു. കാട് കയ്യേറ്റം ചെയ്തു. രാജാവിൻ്റെ ഭൂമി കയ്യേറി. രാജാവിന് പണമൊന്നും നൽകിയിട്ടില്ല. രാജാവിനെ ഗൗനിച്ചത് പോലും ഇല്ല. പട്ടയം ഭൂമിയാക്കി തുച്ഛവിലയ്ക്ക് വിറ്റ് കച്ചവടമാക്കി. കർഷകരെ വരുത്തിച്ചു. നിലമ്പൂരിലൊക്കെ തേക്ക് കൃഷിയുണ്ടല്ലോ, അവിടുന്ന് ആളുകളെ വരുത്തിച്ചു. നിലമ്പൂരിലുള്ള കുടിയേറ്റക്കാർ പാവപ്പെട്ടവരാണ്. അവർ വന്നു, എന്തോ വിലയ്ക്ക് കുറേ സ്ഥലം കിട്ടും, പൈസയ്ക്ക് സ്ഥലം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അത് വലിയ പ്രതീക്ഷയോടെയൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. പിന്നെ തെക്കൻ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾ കുടിയേറി ഇങ്ങോട്ട് വന്നു. വയനാട്ടിൽ സ്ഥലം വാങ്ങാൻ അവിടുത്തെ സ്ഥലം വിറ്റിട്ട് വരുന്നവരാണ്. വേറെ രക്ഷയില്ല, അത് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ കൂടണം. ഈ അവസ്ഥയിലുള്ള ആളുകളാണ്. അക്കാലത്തെ കുടിയേറ്റ കർഷകരുടെ രീതിയാണ് ഈ പറഞ്ഞ തേക്കിൻ്റെ കൂടെ ഇഞ്ചിയും കപ്പയും. തേക്ക് കൃഷി നടത്തുന്ന ഒരാളാണെങ്കിൽ ഇഞ്ചിയും പൂളകൃഷിയും നടത്തുന്നത് തെക്കുന്നുള്ള ക്രിസ്ത്യാനികളൊക്കെ ആയിരുന്നു. അവിടെ പള്ളി സ്ഥാപിച്ചു, മുസ്ലിം പള്ളി സ്ഥാപിച്ചു. പിന്നീട് സാധാരണ ഒരു ചായക്കട വന്നു. നാട്ടുവർത്തമാനം പറഞ്ഞിരിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മാതിരി കഥകൾ പറയലും ഓരോരുത്തരുടെ കുടുംബങ്ങളൊക്കെ ഉണ്ട്. അവിടെ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, നായ്ക്കർ ഹിന്ദുക്കളുണ്ട്. അവിടെ പുറമേ നിന്ന് വന്ന ആളുകൾ തന്നെ. നായ്ക്കർ കാട്ടുജാതിയാണ്. പിന്നെ ഈ ചെട്ടിമാരുണ്ട്. അവർ പലരും വന്നു പുറത്തുനിന്ന് കൃഷി നടത്തി. കേരളത്തിൽ കൃഷി നടത്തണമെങ്കിൽ ചില രീതികളുണ്ട്. കേരളത്തിൽ കൃഷി നടത്തണമെങ്കിൽ ആദ്യം കൃഷിഭൂമിയെ ലൊക്കേറ്റ് ചെയ്യണം. കൃഷിഭൂമി എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഭൂമിക്കടിയിലൂടെ ചെറിയ നീരുറവ ഒഴുകി വരും. മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാകാം. അത് പാറയിൽ പതിച്ച് പാറയിൽ ചെറിയ ഓപ്പണിങ്സ് ഉണ്ടായി ഉള്ളിലൂടെ വന്ന് പാറ കുറേ കാലം വെള്ളം വീണ് കഴിഞ്ഞാൽ പാറ സോഫ്റ്റ് ആവും. അത് ഒലിച്ചിറങ്ങി, അല്ലെങ്കിൽ മുകളിലെ അരുവിയുടെ മുകളിലെ കുന്നിന്ന് വരുന്ന വെള്ളം അതിങ്ങനെ ഉള്ളിലേക്ക് വലിച്ചിറങ്ങി ഉള്ളിലൂടെ ഇറങ്ങി നീരുറവകൾ ഉണ്ടാവും. ആ നീരുറവ എത്തുന്ന സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. ആ നീരുറവ കാണുന്ന സ്ഥലം, അവിടെ മീനുകളൊക്കെ വരും ധാരാളം. അവിടെ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് കേരളത്തിൽ കൃഷി രീതി. ആ നീരുറവ തിരിയുന്നിടവും ആ വയലിനെ പല ഭാഗങ്ങളാക്കി തിരിക്കുകയും സൂര്യപ്രകാശം എവിടെ വരുന്നു നോക്കുകയും അവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ ദേവനെ കുടിയിരിക്കുന്ന മരമൊക്കെ ഉണ്ടാവും. അതിൻ്റെ സംരക്ഷണത്തിന് തന്ത്രം കൊണ്ടാണ് സംരക്ഷണം.
പിന്നീട് വയലിന് സമീപം സൂര്യപ്രകാശം അധികം കിട്ടാത്ത സ്ഥലത്ത്, കുറച്ചൊരു തണലുള്ള സ്ഥലത്ത് ഇന്ന കൃഷി, ഇപ്പുറത്ത് വാഴക്കൃഷി, ഇതൊക്കെ ഒട്ടാകെ കമ്പൈൻഡായിട്ട് ചെയ്യുന്ന കൃഷി രീതി കേരളത്തിൽ അത് കാലത്തിനനുസരിച്ച് മാറി മനസ്സിലാക്കാൻ അറിയില്ല, അവർക്ക് കൃഷി ചെയ്യാൻ അറിയില്ലായിരുന്നു. അതാ വാസ്തവം. അവർ വയനാട്ടിൽ ചെയ്ത കൃഷി, അതിൻ്റെ ഒരു കഥയാണത്. കാടിറക്കം എന്ന പേരിൽ. കാടിറക്കം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന, പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കർഷകർ ഇവിടെ വന്ന് താമസമായി ചെറിയ ജീവിതം, അത്ര വലിയൊരു ഹൈഫൈ ലൈഫൊന്നുമില്ല. കാടിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടല്ലോ, മനുഷ്യൻ കാട്ടിലേക്ക് വന്ന ചാലഞ്ചസ് ഉണ്ട്. ഇവർ നാട്ടിൽ നിന്ന് വന്ന ആളുകൾ കാട്ടിൽ കൂടിയതാണ്. ഇവർക്ക് കാട്ട് ചേരൂലേ എന്നൊക്കെ ചോദിച്ചാൽ അവർ കാടിനെതിരെയുള്ളൊരു മെന്റാലിറ്റി ജീവിക്കുന്നവരാണ് പലരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാട്ടുനായ്ക്കരയും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇവര് കാട്ടിൽ പന്നിയെ വെടിവെക്കുകയും, അക്കാലത്ത് ചെയ്തതാണ്, ഇക്കാലത്ത് നിയമമുണ്ട് തടയാൻ. അക്കാലത്ത് കാട്ടിൽ പന്നിയെ വെടിവെക്കുകയും ആനയെ വെടിവെക്കുകയും ഒക്കെ ചെയ്ത കഥകളാണ്. ഇത് നോവലാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചോട്ടെ, ഇത് നോവലാണ്. പിന്നെ ഇത് ആനയെ വെടിവെക്കുകയും മാനിനെ വെടിവെക്കുകയും ഒക്കെ സുലഭമായി ചെയ്തു. മൃഗങ്ങളെയൊക്കെ ശത്രുത നേടി. പിന്നെ മീൻ പിടിക്കാൻ പാടില്ലാത്ത, ദൈവാരാധന നടത്തുന്ന സ്ഥലത്ത് മീൻ പിടിച്ചു. അതിന്റെ ഫലമായി ഒരാൾ മരിച്ച കഥയൊക്കെ അതിലുണ്ട്. ഈ പന്നിക്ക് പടക്കമെറിഞ്ഞിട്ട് വലിയ ബോംബ് പോലത്തെ സാധനം അതെറിഞ്ഞ് പന്നിയെ കൊന്ന് തല പൊട്ടിച്ചെതറി പന്നി ചത്ത് അതിന്റെ ഇറച്ചി തിന്നുന്ന സമ്പ്രദായമൊക്കെയാണുള്ളത് ഇവരുടെ ഇടയിൽ, കാട്ടിൽ താമസിക്കുന്ന ആളുകൾ. അതുപോലെ മീന് തോട്ടയിട്ട് പിടിച്ച് മീന ജലത്തിൽ പൊട്ടിത്തെറി അങ്ങനെ ഉണ്ടായി. ഒരാളുടെ കയ്യിൽ നിന്ന് ഇത് പൊട്ടിത്തെറിച്ചു എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിന്റെ ശിക്ഷയാണ് അയാൾക്ക് കിട്ടിയത് എന്ന് ആ ജനം വിശ്വസിച്ചു. അങ്ങനെയാണ് താനും. അയാളെ കൈ പൊട്ടിത്തെറിച്ചു, അയാളെ കൈയില്ലാതെ, എന്നിട്ട് അയാൾ വിട്ടില്ല. അയാൾ വാശിയോടെ മുകളിൽ ഒരു വെള്ളച്ചാട്ടത്തിനെടുത്ത് പോയി മീൻ പിടിച്ചു. അവിടെയൊന്നും മീൻ പിടിക്കാൻ പാടില്ല എന്ന് ആളുകൾ ഉപദേശിച്ചു. അയാൾ കേട്ടില്ല. ഒരിക്കൽ അയാൾ വെള്ളത്തിലിറങ്ങി പിന്നെ അരുവിയിൽ സമീപം ഇറങ്ങി കൊത്തിയൊലിപ്പ് വന്ന് അയാൾ ഒഴുകി മരിച്ചുപോയി. അത് വലിയൊരു കഥയായി ആ നാട്ടിൽ. ഇങ്ങനെ ഇയാളെ ഒരു പരുവത്തിലാക്കി നിങ്ങൾ കൊന്നു എന്ന് സർക്കാരിനോടൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ അവിടെ സർക്കാർ ആഫീസ് വരാൻ തുടങ്ങി, വനം വകുപ്പിന്റെ ആഫീസ് വരാൻ തുടങ്ങി, കടകൾ വരാൻ തുടങ്ങി, റേഷൻ കട വന്നു. പിന്നെ സാവധാനം അത് പുരോഗമിച്ചു. പിന്നെ കോഴിക്കോട് നിന്ന് ബസ്സസ് വന്നു തുടങ്ങി. ഇങ്ങോട്ടേക്ക് സുൽത്താൻ ബത്തേരി സമീപമുള്ള ഹോളൂർ വനങ്ങൾ എന്നാണ് പറയുന്നത്. ഹോളൂർ ഫോറസ്റ്റ് റേഞ്ച് ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അത് ആ ഹോളൂറിന് പേരിട്ട് 40 വർഷം കഴിഞ്ഞ ഒരു ഗ്രാമത്തിന് ഹോളൂർ എന്നറിയപ്പെടാൻ തുടങ്ങിയ ഒരു ഗ്രാമം. ആ ഹോളൂറിന്റെ ഇപ്പുറം കബനി നദി മുറിച്ചു കിടന്ന ഊർക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെയാണ്. അപ്പുറത്തേക്ക് കർണാടകമാണ്. ഹോളൂറും കമ്മാരം, 2 സ്ഥലങ്ങളെ പറ്റിയാണ് പറയുന്നത്. കമ്മാരം ഗ്രാമവും ഹോളൂർ ഗ്രാമവും. അവിടുത്തെ കഥകളാണ് പറയുന്നത്. അപ്പോൾ അവിടെ താമസിച്ച ആളുകൾ അവിടെ ജീവിച്ചു, കൃഷി ചെയ്ത് ജീവിച്ചു. കൂപ്പിൽ പണി ഉണ്ടാവും, പിന്നെ കൃഷി ഉണ്ടാവും, ചെറിയ കൃഷിയൊക്കെ ചെയ്യും. പിന്നെ പിന്നെ ഈ കാട്ടിലുള്ള ആളുകളെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ നടക്കും. ചായക്കടേൻ്റെ അടുത്ത് കാട്ടിലെ കനികൾ പറിച്ചുകൊണ്ടുവന്ന് ഭക്ഷണം വെക്കുകയും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരടങ്ങിയ ജീവിതം. വല്ലപ്പോഴും നാട്ടിൽ പോകും. മലപ്പുറത്ത് നിന്ന് വന്ന ആളുകളുണ്ട്. അവരൊക്കെ 2-3 മാസം കൂടുമ്പോൾ നാട്ടിൽ പോകും. അവരവിടെ ജീവിക്കുമ്പോൾ ഇവിടെ ജീവിക്കും. അവിടെ നിലമ്പൂർ വനങ്ങളിൽ അറിയുന്നവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തെക്കൻ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. കോട്ടയത്തു നിന്നും ഒക്കെ വന്നിട്ടുണ്ട്. എവിടെ വേറെ പല സ്ഥലങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ കുടിയേറ്റ കാലം 60കളിലൊക്കെയാണ്. പിന്നീട് ഇത് വളർന്നു. ഇവരൊക്കെ കൂടി ഒരു സമൂഹമായി ജീവിക്കാൻ തുടങ്ങി. അവിടെ പള്ളി വന്നു, അമ്പലങ്ങളും വന്നു, മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളിയൊക്കെ വന്നു. ഈ രീതിയൊക്കെ നടന്നു. വേട്ടയാടൽ നടന്നു. കൃഷി, ഈ നെൽകൃഷി നടന്നതായിട്ട് അധികം ഇതിൽ പറയുന്നില്ല പുസ്തകത്തിൽ. ഇത് പറയുന്നത് അധികം തേക്ക് തൊട്ട് നൾപ്പിച്ചും സമീപമുള്ള കൃഷികളും ഒക്കെയാണ് പറയുന്നത്. പിന്നീട് ഈ കൃഷിപ്പണിക്ക് പോകും. കൃഷി ചെയ്യുന്നവരുണ്ട്, നെൽകൃഷി ചെയ്യാൻ അറിയുന്നവരുണ്ട്. പണ്ടത്തെ രീതിയിൽ ചെയ്യുന്നവരെ കൂട്ടിക്കൊണ്ടുപോകും നെൽകൃഷി ചെയ്തിട്ടുണ്ടാവാം. കുറേയൊക്കെ ഉൾവനങ്ങളിലും ഒന്നുമില്ലാതെ വെട്ടിത്തെളിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ട്. കയ്യേറിയ ഭൂമി എന്നാണ് പറയുക. പട്ടയ ഭൂമിയാണ് അത്. കയ്യേറിയ ഭൂമിയല്ല, ചിലർ കയ്യേറിയിട്ടുണ്ട്. കയ്യേറിയ ഭൂമി അതുമുണ്ട്. ചിലരത് ചുലുവിലക്കി വിറ്റിട്ടുണ്ട്. അങ്ങനെ ആകെ അസന്തുലിതാവസ്ഥയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ കൃഷി വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക എങ്ങനെയാണെന്ന് അറിയില്ല. ഇവരിത് ബിസിനസ് പോലെ കൈകാര്യം ചെയ്ത് ഈ തേക്ക് വിറ്റ്, പിന്നെ തേക്ക് കച്ചവടം ചെയ്ത പണം കിട്ടുന്നുള്ള തേക്ക് മരത്തിനാവശ്യം എന്നുള്ള നിലയിൽ വളർത്തി ആ കൂപ്പ് തടിയിൽ അളന്ന് മുറിച്ച് കണക്ക് കൂട്ടി വിറ്റ് കച്ചവടാക്കി ലോറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോലും ഒക്കെയായി. പിന്നെ നെൽകൃഷി എത്രത്തോളം സക്സസ് ആയി എന്ന് പറയാം. പണ്ട് കാലത്തുണ്ടായിരുന്ന നെൽകൃഷി പിന്നീട് ഈ പറഞ്ഞ പോലെ നീർച്ചോലകൾ വരുന്നിടത്ത് കണ്ടുപിടിക്കാനും നെൽകൃഷി കേരളത്തിൽ ചെയ്യാനുള്ള സാമർഥ്യവും അറിവും ഉള്ളവരെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ചെയ്യാൻ സാധിക്കില്ല. അത് ബിസിനസ് പോലെ ചെയ്യാൻ സാധിക്കില്ല നെൽകൃഷിയൊന്നും. അപ്പം അതിനറിവില്ല. അത് കാലാഹരണപ്പെട്ടു. അത് കേരളത്തിലാണെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം വേണം. അല്ലാതെ നെൽകൃഷിയൊന്നും നടക്കില്ല കേരളത്തിൽ. ഈ ചെറിയ കൃഷികളൊക്കെ ചെയ്തു. കായ്ക്കനികൾ വെച്ച് വിൽക്കലും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. കുറച്ച് പണമൊക്കെ കിട്ടും.
പിന്നെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ അതൊരു എക്സൈറ്റ്മെന്റ്. ഇവർക്ക് ഇത്രയും ആളുകൾ ചുരുങ്ങിയ പൈസയ്ക്ക് ഞങ്ങൾ സ്ഥലം കിട്ടിയെന്നൊക്കെ ചിന്തിക്കുന്നതായി ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു രസം. ഒരുപാട് സ്ട്രഗിൾസും ഉണ്ട്. കാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം വന്നു തുടങ്ങി. പിന്നീട് കാലം മാറുന്നതനുസരിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നീട് 80-കൾ വന്നു, 90-കൾ വന്നു. 90-കൾ വന്നപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായി, TV ഒക്കെ വന്നു, ടൗണൊക്കെ വികസിച്ചു. ചുറ്റുപറ്റത്തുള്ള കൽപ്പറ്റ ടൗണായാലും വികസനമൊക്കെ വന്നത് അത് കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നു. ഞങ്ങൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു, ഇങ്ങനെ പുറത്ത് ആളുകൾ നല്ല സുഖമായ സിനിമയോ മീഡിയ ഒക്കെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്. പിന്നെ മൊബൈൽ വന്നപ്പം കാടിൻ്റെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മൊബൈൽ റേഞ്ച് കിട്ടുന്ന ഒരു സ്ഥലം ഒക്കെ ഉണ്ട് കാടിൻ്റെ ഉള്ളിൽ. അവിടെ വന്നു. പിന്നെ മൊബൈൽ വന്നപ്പോൾ ആശയവിനിമയം നടന്നു. നാടും കാട്ടിലുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് പോരാനൊക്കെ പറയും. പിന്നെ അവരുടെ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്തു. പലരും സ്കൂളൊക്കെ വന്നിരുന്നു. അവിടെ സ്കൂളൊക്കെ ഉണ്ടായി ഗ്രാമത്തിൽ. കമ്മാരം ഗ്രാമത്തിലും പോളൂർ ചെറിയൊരു ഉൾഗ്രാമമാണ്. കമ്മാരം ഗ്രാമമുണ്ട്. അവിടെ കുട്ടികൾ എഡ്യൂക്കേഷനൊക്കെ ചെയ്തു. മാഷന്മാരും അവിടെ പഠിച്ച ഒരു കുട്ടി പറ്റി പറയുന്നുണ്ട്. അയാൾ എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്ത് സോഫ്റ്റ്വെയറിലൊക്കെ ജോലി ചെയ്തു എന്നൊക്കെ പറയും. പിന്നെ ഈ അടുത്തുള്ള രീതി പിന്നെ കാലത്തേക്കൊക്കെ വന്നിട്ടുണ്ട് കഥകൾ അവസാനത്തേക്ക്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വന്നപ്പം അവർക്ക് നാട്ടിലേക്ക് ജീവിക്കണമെന്ന് മോഹം തോന്നുമല്ലോ. ആ മോഹം മനസ്സിലിരുത്തിയിട്ട് അവിടുത്തെ സ്ഥലം MLA ഒക്കെ അവരെ പ്രസ് ചെയ്തു. എന്നാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പുനരധിവാസം ചെയ്യാം, നാട്ടിൽ നല്ല വീട് വെച്ചു, അത് എന്തിനായി കാട്ടിൽ കഴിയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടിലെ കൃഷിയൊക്കെ പരാജയപ്പെട്ട് ഇവർക്ക് ഉത്തരം പറയാനില്ല. അപ്പൊ പിന്നെ എങ്ങനെ ചെയ്യാന്നുള്ളതായിരിക്കും അതായിരിക്കും അവരുടെ ന്യായം. അപ്പൊ അവരെ നാട്ടിലേക്ക് മാറ്റി പുനരധിവാസം നിലയിൽ അതുമാത്രം സക്സസ്ഫുൾ ഒന്നുമല്ല. ഇത്രയും കാലം ഈ ജീവിച്ച ആളുകൾ നിവൃത്തിയില്ലാതെ ചെറിയൊരു വീട് കെട്ടിക്കൊടുത്താൽ ഇനി കാട്ടുജാതി എന്ന് പറയുന്ന ആളുകളുണ്ട്. കാട്ടുജാതിക്കാർക്ക് നാട്ടിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവർ കാടും നാടുമായിട്ട് കഴിഞ്ഞു. അത് അത്ര സക്സസ് ഒന്നുമല്ല പുനരധിവാസം, അത്ര എളുപ്പമല്ല. അവർക്ക് അതിന്റെ മനഃശാസ്ത്രം അറിയില്ല, അതാ വാസ്തവം. പിന്നെ വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. ഈ കുട്ടികൾ ബാംഗ്ലൂരിലൊക്കെ പോയി പഠിച്ച് തിരിച്ചു വന്ന് അച്ഛനും അമ്മയും എല്ലാ നാട്ടുകാരൊക്കെ ടൗണിലൊക്കെ വ്യാപകമായി പോകാൻ തുടങ്ങി. ടൗണൊക്കെ നന്നായി വികസിച്ചു. ആ യാത്രക്കിടയിൽ വന്യജീവി ആക്രമണം കിട്ടാൻ തുടങ്ങി. അവരുടെ വീടുകൾ കാട്ടാനശിലന്തി ഒരുപാട് വന്യജീവി ആക്രമണം വന്നപ്പോൾ ഇവർക്ക് കൃഷിയിടങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തുടങ്ങി. പ്രകൃതി നൽകുന്ന തിരിച്ചടിയാണ്. അത് പ്രകൃതിയെ അംഗീകരിക്കാതെ തോന്നിവാസം കാണിച്ചത് പ്രകൃതി നൽകുന്ന തിരിച്ചടിയാണ്. അതിന് എല്ലാവരെയും കുറ്റം പറയണം, ഒരാളെ മാത്രം കുറ്റം പറയേണ്ട. എല്ലാവരും ബംഗാളികളാണ്. അവനവൻ്റെ ഉത്തരവാദിത്വം അവനവൻ ചെയ്യണമല്ലോ. അത് ചെയ്തിട്ടില്ല. അങ്ങനെ പ്രകൃതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി. വന്യമൃഗങ്ങളെ ആക്രമണിച്ചു. ഇവർക്ക് യാത്ര ദുസ്സഹമായി. ഇവർക്ക് കാട്ടിൽ വിട്ട് നാട്ടിലേക്ക് പോകണം തോന്നി തുടങ്ങി. ഇവർ തുച്ഛവിലയ്ക്ക് കച്ചവടം ചെയ്തു. അങ്ങനെ കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ അത് കാടായി മാറി. ഇപ്പൊ അങ്ങനത്തെ ഒരു പരിസ്ഥിതിയിലാണ് പുനരധിവാസം പറയുന്നത്. പുനരധിവാസം മുഴുവൻ സക്സസ്ഫുൾ എന്നല്ല. കുറെ ആളൊക്കെ മാറി, നാട്ടിൽ ബന്ധമുണ്ടായിരുന്നവർ മാറി. പക്ഷേ ഇത് കാട്ടുനായ്ക്കർ പോലത്തെ ആളുകളൊക്കെ അവർക്ക് നാട് ജയിലിൽ അവർ നാടുമായി കഴിയുന്നു എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് കാടിറക്കം എന്ന് പറയുന്നത്. അതാണ് ഉദ്ദേശിക്കുന്ന കാടിറക്കം. കാട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് പോകേണ്ട അവസ്ഥയാണ്. ഇത്രയും കാലം സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ സക്സസ്ഫുൾ അല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പാരമ്പര്യ രീതിയിൽ കൃഷി ചെയ്യാൻ പ്രാപ്യമായ ഒരു സ്ഥലമാണ് കേരളം. 45 നദികളുടെ നാടായ കേരളം സ്വയം പര്യാപ്ത ഭക്ഷണത്തിൽ കൈവരിച്ചില്ലെങ്കിൽ ശുദ്ധ പാപ്പരത്തും തന്നെ പറയേണ്ടി വരുന്നത്. കൃഷി രീതി അറിയില്ല, അതാണ് വാസ്തവം. പ്രകൃതിയോട് ഇണങ്ങില്ല, പ്രകൃതി വിരുദ്ധരാണ് ഭൂരിഭാഗവും. ഏതായാലും മതമായാലും ജാതിയായാലും അതിൽ തെളിയുന്നത് ഇനി അവർക്ക് പ്രകൃതിയെ പറ്റി ഒരു വിവരമില്ല. അവർ ഭഗവതിയെ പൂജിക്കില്ല. അതൊക്കെ കേരളത്തിലെ നാട്ടിൽ നടപ്പോൾ ഒക്കെ വെട്ടിക്കുറിച്ച് ഞങ്ങൾ പാടയെ തച്ചുടച്ച് പുതിയ സംസ്കാരം അത് വെറും വ്യാമോഹമാണെന്ന് നോക്കാൻ പോകുന്നില്ല. അത് പ്രായോഗികമല്ല. എവിടെ നിന്ന് എങ്ങനെയാണോ അവിടുന്ന് മുന്നോട്ട് പോവുക, അതാണ് രീതി. അത് വലിയ ആത്മീയ ആചാര്യന്മാരും അത് തന്നെയാണ് പറയുന്നത്. അതാണ് രീതി. എവിടെയാണോ അവിടുന്ന് മുന്നോട്ട് പോവുക. അല്ലാതെ തച്ചുടച്ചൊട്ടാകെ പുതിയ വാർത്തെടുക്കുന്ന വെട്ടിത്തം പറയുന്നതാണ്. അങ്ങനെയൊന്നും സാധ്യമല്ല. അത് ഈ കഥയിൽ അതാ പറയുന്ന കാടിറക്കം. അവസാനം ഒന്നുമില്ലാതെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. അവരൊക്കെ ജീവിതത്തിൽ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവരുള്ള സ്ഥലവും വിറ്റ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വാക്ക് കേട്ട് കാട്ടിലേക്ക് വന്ന ആളുകൾ അവരൊന്നുമില്ലാതെ തിരിച്ചു പോകുന്ന അവസ്ഥയാണ്. പല ജാതിക്കാരുണ്ട്, പല മതസ്ഥരുണ്ട്, പല നാട്ടുകാരുണ്ട്, തമിഴന്മാർ പോലും ഉണ്ട്, കന്നഡക്കാരുണ്ട്. അവിടെയൊക്കെ കന്നഡ ബോർഡറൊക്കെയാണ്, തമിഴ്നാട് ബോർഡറൊക്കെ ഉണ്ട്. ഒന്നൊക്കെ ആളുകളുണ്ട്. അവരൊക്കെ അനുഭവം ഇതാണ്. പിന്നെയും പിടിച്ചു നിന്നിട്ടുണ്ടാകും ഒരു വർഷം കാട്ടുകാരി ഉള്ള ആളുകൾ. അവരെ പണ്ടത്തെ കഥ പറയുന്നുണ്ട്. വേടരാജാവിന്റെ കഥയെന്നാ തുടക്കം. ഇദ്ദേഹത്തിന് ഒരു മഴക്കാലത്ത് ഒരു സ്ഥലത്ത് ഒരാൾ ഇരുന്നു എന്ന് അയാളൊരു കഥ പറഞ്ഞു കൊടുത്തു എന്നാണ് വയനാട്ടിൽ വേടരാജാവിന്റെ കഥ. വേടരാജാവിന്റെ കാട്ടിൽ ഒരു യുവരാജാവ്, ഒരു രാജ്യത്തെ കുറുമ്പനാട്ടിലെ മറ്റൊരു രാജാവ് വന്നപ്പം ആ രാജാവിനെ കൊണ്ട് തന്റെ പുത്രിയെ കല്യാണം കഴിപ്പിക്കണമെന്ന് മോഹം വന്നു വേടരാജാവിന്. വേടരാജാവ് ഒരു ശത്രുതയിലായിരുന്നു പല രാജാക്കന്മാരും. അവർ ഈ അവസരം ഉപയോഗിച്ച് വേടരാജാവിനോട് ആയുധം താഴെ വെച്ച് വരണം, എന്നാലേ ഞങ്ങൾക്ക് മാംഗല്യം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് അയാളെ ചതിച്ചു തോൽപ്പിച്ചു എന്നൊക്കെ കഥകൾ പറയുന്നുണ്ട് തുടക്കത്തിൽ. പിന്നീട് ആ കാട്ടുനായ്ക്കർ ഉൾക്കാട്ടിലേക്ക് മറഞ്ഞു എന്നും വേറെ സ്ഥലങ്ങളിലേക്ക് പോയി എന്നൊക്കെ കഥകളാണ്. ആ അസന്തുലിതാവസ്ഥ എന്നാണ് തുടങ്ങുന്നത് കഥ. പിന്നീട് അസന്തുലിതാവസ്ഥ കൂടിക്കൂടി വന്നു. അവസാനത്തെ നിലയിലാകുമ്പം ഇവര് കാട് ഉപേക്ഷിച്ച് പോകും. ഏതാണ്ട് ഒരു പരാജയം സംബന്ധിച്ചപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തിനാ നിന്ന് എന്താ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടും ഗവൺമെന്റിന്റെ
പരാജയമാണ് കാണിക്കുന്നത്. കേസ് നടന്നു, ഒരുപാട് ആളുകൾ കേസ് ഫയൽ ചെയ്തു. ഉയർന്ന ജാതിയിൽ ഞങ്ങളുടെ സ്ഥലം കയ്യേറി സർക്കാർ എന്ന് പറഞ്ഞിട്ട് കേസ് ഇപ്പോഴും നടക്കുന്നു. അത് ഒരു വല്ലാത്ത രീതിയാണ്. ഭാരതം മുഴുവൻ നടന്ന പ്രതിഭാസമാണത്. പല രീതികളിലും സർക്കാരിൻ്റെ അധികാരം വെച്ചും സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് വെച്ചിട്ടും ഒക്കെ തെറ്റായ രീതിയിൽ ദുർമന്ത്രവാദ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത് ലാൻഡ് മാഫിയൻ്റെ വിളയാട്ട കഥ അതിൻ്റെ പുറകിലുണ്ട്. ഇതിൽ പറയുന്നില്ലെങ്കിലും അങ്ങനെ ഒരു പശ്ചാത്തലം ഇതിലുണ്ട്. അതിൻ്റെ അവസാനത്തെ ആ അധ്യായം കാടിറക്കം എന്ന് പറയുന്ന ഒരു മനോഹരമായ പുസ്തകം, നല്ല പഴയൊരു പെയിൻറ്റിങ് കൊടുത്തിരിക്കുന്നു. വയനാടിൻ്റെ ഭംഗി, ആ ഭംഗി ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാട് വളരും, കാട് പെട്ടെന്ന് വളരും. കാട് കൃഷി ഉപേക്ഷിച്ച് പോയാൽ അത് വീണ്ടും കാടിൻ്റെ സ്ഥലമായി മാറും. ആളുകൾ പലതരക്കാരുണ്ട്, നല്ലവരുണ്ട്, ചീത്തവരുണ്ട്, പ്രകൃതിക്കെതിരെ തിരിഞ്ഞവരുണ്ട്, പ്രകൃതിയെ അനുകൂലിക്കുന്നവരുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്ത് നല്ല ആളുകളുണ്ടായിരിക്കാം, പലതരം ആളുകളുണ്ട്. പക്ഷേ ആകെ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ വനനാശം എന്ന് പറഞ്ഞാൽ ഒട്ടാകെ വെട്ടി നിരത്തി കാടിൽ പലതരം ചെടികൾ വേണം സന്തുലിതാവസ്ഥയ്ക്ക്. ഒരു സ്ഥലത്ത് ഈ 300 ഏക്കർ മുഴുവൻ തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടിന് ഇംബാലൻസ് ആണ്. ആ ശാസ്ത്രം ഒന്നും അവരെ അംഗീകരിക്കില്ല, അവർ പഠിക്കുകയും ചെയ്യില്ല. അങ്ങനെയൊക്കെ അസന്തുലിതാവസ്ഥ വന്ന് വന്യമൃഗങ്ങൾക്ക് വെറുപ്പ്, വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ആക്രമിക്കാൻ തുടങ്ങി. കാടിൻ്റെ അസന്തുലിതാവസ്ഥ വെള്ളം മുട്ടിച്ചു, വനനാശം വെള്ളം മുട്ടിച്ചു, ഗൃഹങ്ങൾക്ക് വെറുപ്പ് പിടിച്ച് ആക്രമിച്ചു, അവിടെ കാട് വിട്ട് പോകാൻ തുടങ്ങി, ഭയം വന്നു. ഇതൊക്കെ കഥകളാണ്. ആ കഥയുടെ അവസാനത്തെ ഒരു അധ്യായമാണ് കാടിറക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെയൊക്കെ വികസിച്ചു, മൊബൈൽ ടവറൊക്കെ വന്നു, ആളുകൾക്ക് പട്ടണത്തിൽ വരണം തോന്നി തുടങ്ങി. ഞങ്ങൾ ഈ ഒറ്റപ്പെട്ട ഗ്രാമത്തിൽ എങ്ങനെയാണെന്നുള്ളത് പൈസയും കിട്ടുന്നില്ല എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനിപ്പോൾ കൃഷി രീതിക്ക് പുതിയ വല്ല രീതിയും കണ്ടുപിടിക്കേണ്ടി വരും. പുതിയ രീതിയൊക്കെ പരാജയപ്പെട്ടു. അതിൻ്റെ പരമ്പരാഗത രീതി കണ്ടുപിടിച്ച് ആത്മാർത്ഥതയോടെ കണ്ടുപിടിച്ച് കൃഷി ചെയ്യാൻ കെൽപ്പുള്ളവരെ ഏൽപ്പിച്ച് അത് വളർത്ത ഒരു ഭയങ്കര ദൗത്യമാണ്. ഇതുവരെ സാധിക്കാത്ത ദൗത്യം 70 കൊല്ലം മെനക്കെട്ട് നീങ്ങാൻ സാധിക്കുന്ന ജനങ്ങൾ ചോദിക്കുന്നു. അതിൻ്റെ ഒരു ഒട്ടാകെയുള്ളൊരു കഥയാണ് കാടിറക്കുന്നതിൽ. പല കഥകളുമുണ്ട്. ചായക്കടയിലെ കഥകളും, ചായക്കടയിൽ നിന്നാണ് കഥകൾ വരയ്ക്കുക. പിന്നെ 2 സമൂഹങ്ങൾ തമ്മിൽ വിവാഹം നടന്നതും, ആദിവാസി സ്ത്രീയെ മുസ്ലിം വിവാഹം കഴിച്ചതും, പിന്നെ തമിഴരെ മലയാളി കല്യാണം കഴിച്ചതും, അങ്ങനെ പല കഥകളും ഇതിലുണ്ട്. പഴയ കഥകളൊക്കെ ഉണ്ട്. കാടിൻ്റെ രഹസ്യങ്ങളുണ്ട്. നല്ല രസകരമായ എഴുതിയ പുസ്തകമാണ്. ഇങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ മനോഹരമായ കുന്നും പുഴകളും കാടും കാടിൻ്റെ നടുക്കൊരു നെൽസ്ഥലവും എന്നൊക്കെ പറഞ്ഞാൽ മനോഹരമായ സ്ഥലമാണ്. ഒരു സംഭവം, ഒരു ഫീലിംഗ് ആണ് മനസ്സിൽ വരിക. പണ്ടത്തെ കാടിനോട് ഇണങ്ങുന്ന ആളുകൾക്ക് അത് ചേരും എന്ന് വെച്ചാൽ മനസ്സിലിങ്ങനെ പണ്ട് അദ്ദേഹം പറഞ്ഞ മാതിരി നിത്യചൈതന്യതയുടെ പുസ്തകമുണ്ട്, ഉള്ളിൽ കിന്നാരം പറയുന്ന പുസ്തകമുണ്ട്. മനസ്സിലെപ്പോഴും വർത്താനം പറയുന്ന ആളുകൾ മനസ്സിന് സ്വസ്ഥതയില്ല, മനസ്സ് തോട്ട്ലെസ് അല്ല, ധ്യാനമൊന്നും ചെയ്യില്ല, ഒന്നും അംഗീകരിക്കില്ല, അതിനോടൊക്കെ പരമപുച്ഛം. ഇങ്ങനത്തെ ആളുകളൊക്കെ കാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ മൃഗങ്ങൾ മണത്തറിഞ്ഞ് ആക്രമിക്കും. മൃഗങ്ങളുടെ മനഃശാസ്ത്രം അതാണ്. മൃഗങ്ങൾ ഭയം സെൻസ് ചെയ്താൽ മൃഗങ്ങൾ ആക്രമിക്കും. അങ്ങനെയാണ് മൃഗങ്ങളുടെ മനഃശാസ്ത്രം. ഭയമില്ലാത്തതിനെ കാട്ടിലൂടെ പോകും. ഭയമില്ലാതെ നടക്കണമെങ്കിൽ ഭഗവതിയെ പൂജിക്കുന്നതായിരിക്കണം, സ്മരിക്കണം, തെളിഞ്ഞ മനസ്സ് വേണം. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഒരുപാട് പോകാറുണ്ട്. അവരൊക്കെ ഒരുപാട് അനുഭവങ്ങൾ അവർക്കൊക്കെ ഉണ്ട്. ആ രീതിയിൽ കാടിനെ മനസ്സിലാക്കാൻ, വയനാടൻ കാടുകളെ പ്രേമിക്കുന്ന, ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, കോഴിക്കോട്ടുകാർക്കൊക്കെ വയനാടൻ കാടിനോട് ഭയങ്കര പ്രേമം തന്നെ ഉണ്ട്. ആ കാടിൻ്റെ പണ്ടത്തെ കഥയാണ് കാടിറക്കം. വയനാടൻ കാടിനെ പറ്റിയുള്ള ഭംഗിയുള്ള കഥ നല്ല രീതിയിൽ എഴുതിയിരിക്കുന്നു. അദ്ദേഹം റേഞ്ചറാണ്, പിന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥനാണ്. നല്ല രീതിയിൽ പുസ്തകം എഴുതിയിട്ടുണ്ട്. നമ്മുടെ പഴയ പുസ്തകങ്ങളിലൊക്കെ കാണുന്ന മാതിരി ഖസാക്കിൻ്റെ ഇതിഹാസമായാലും അതിലൊക്കെ ഓരോ കഥ പറയുന്ന ഓരോ കഥാപാത്രങ്ങളൊക്കെ അതിലുമുണ്ട്. അങ്ങനെ കഥാപാത്രങ്ങളൊക്കെ വെച്ച് എഴുതി ഭംഗിയായ കഥ. തുടക്കം മുതൽ 60കൾ മുതൽ ഇന്നിപ്പം 2010-11 വരെയുള്ള ആ ലെവലിലുള്ള കഥകൾ, അടുത്ത് വരെ ഉള്ള കഥകൾ മുഴുവൻ ഉൾക്കൊള്ളിച്ച് കാലത്തിൻ്റെ കുത്തിയൊഴുക്കിൽ ആ പ്രദേശത്ത് വന്ന മാറ്റവും അവിടുത്തെ ജനങ്ങൾക്ക് വന്ന മാറ്റവും കുടിയേറ്റവും കുടിയിറക്കം വരെ എല്ലാം പറയുന്ന കഥയാണ്. മനോഹരമായ കഥയാണ് ജോഷിലിൻ്റെ കാടിറക്കം. താങ്ക് യു വെരി മച്ച്.